ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ് എന്ന തീം വെച്ച് തന്നെയാണ്. എങ്ങനെ വേസ്റ്റ് പേപ്പറിൽ നിന്ന് നമുക്ക് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവർ വേസ് ഉണ്ടാക്കാമെന്നുള്ള ഒരു ഐഡിയ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് പഴയ പേപ്പർ, മാഗസീൻസ് ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ കുറച്ച് പേപ്പേഴ്സ് എടുത്തിട്ടുണ്ട്. ഒരു പഴയ മാഗസീൻ ഇതേപോലെ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ബലൂണാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു കാർഡ്ബോർഡിൻ്റെ ഒരു റോളാണ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഫെവിക്കോളും വാട്ടറും കൂടെ ചേർത്തൊരു മിക്സാണ്. അപ്പം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതേപോലെ ബലൂൺ എടുക്കുക. എന്നിട്ട് അതിൻ്റെ പുറമേ ആയിട്ട് ഇതേപോലെ ചെറിയ പീസായിട്ട് നമ്മൾ കട്ട് ചെയ്ത പേപ്പേഴ്സ് ഇങ്ങനെ ഫെവിക്കോളിൽ മുക്കിയ ശേഷം ഇതിന് മുകളിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അങ്ങനെ ഈ ബലൂൺ ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. അപ്പോൾ 1, 2, 3 ലെയർ നമുക്ക് ആവശ്യമുള്ളത്ര ലെയേഴ്സായിട്ട് നമുക്കിത് ഇത്രയും പേപ്പേഴ്സ് നമുക്കിതിൽ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഫുള്ളായിട്ട് ഒട്ടിച്ച ശേഷം പിന്നീട് നമ്മൾ ചെയ്യുന്നത് ഇതുപോലത്തെ കാർഡ്ബോർഡ് റോള് എടുത്തിട്ട് ഈ ബലൂണിൻ്റെ മുകളിലായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഈ കാർഡ്ബോർഡ് റോളിൻ്റെ മുകളിലായിട്ട് ഇതേപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നമുക്ക് ബലൂണിൻ്റെ മുകളിലായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒട്ടിച്ചു വെച്ച ശേഷം നമുക്ക് ഇതിൻ്റെ സൈഡിലായിട്ട് കുറച്ച് പേപ്പർ പീസ് വെച്ചിട്ട് ഒന്നും കൂടെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ അത് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഈ റോള് നമ്മുടെ ബലൂണിനോട് ചേർന്ന് നിൽക്കും. അപ്പോൾ ഇതേപോലെ ഒരു 2-3 ലെയർ ഒട്ടിച്ച ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഈ വേസ് നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ അതിൻ്റെ ബലൂണ് എടുത്ത് കളഞ്ഞു. അപ്പോൾ ബലൂണ് ഓൾറെഡി അതിൽ കാറ്റൊക്കെ പോയിട്ട് കിടപ്പുണ്ടായിരുന്നു. ഇനിയിപ്പോൾ കാറ്റ് പോയിട്ടില്ല, അതേപോലെ വീർത്തിരിക്കുകയാണെങ്കിൽ ജസ്റ്റ് അതൊന്ന് പൊട്ടിച്ചെടുത്ത് കളഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് ഈ ഫ്ലവർ വേസിൻ്റെ മുകൾ ഭാഗം നന്നായിട്ടൊന്ന് സ്മൂത്താക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ടിഷ്യൂ പേപ്പേഴ്സാണ്. അപ്പോൾ ടിഷ്യൂ പേപ്പേഴ്സ് പിന്നെ വാട്ടറും പിന്നെ ഫെവിക്കോളും കൂടെ മിക്സ് ചെയ്ത മിക്സും കൂടെ ആണ് ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫെവിക്കോൾ മിക്സ് ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ടിഷ്യൂ പേപ്പേഴ്സ് വെച്ച് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഫുള്ളായിട്ട് ഞാൻ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നന്നായിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 2-3 ലെയറോളം ഞാൻ യൂസ് ചെയ്തു ഇങ്ങനെ നന്നായിട്ടൊന്ന് സ്മൂത്തായി കിട്ടാനായിട്ട്. അപ്പോൾ ടിഷ്യൂ പേപ്പർ കൊണ്ട് ഫുള്ള് കവർ ചെയ്ത ശേഷം ഇതേ രൂപത്തിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് ഒന്ന് ഉണക്കിയെടുക്കാം. ഉണക്കിയെടുത്ത ശേഷം വേണം ഇനി പെയിൻറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ പെയിൻറ്റ് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ബ്ലാക്ക് കളറാണ്. പിന്നെ അതിന് മുകളിലായിട്ട് റെഡ് കളറും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ആദ്യം ബ്ലാക്ക് കളർ ഇത് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഫുള്ളായിട്ട് ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ റെഡ് കളറും യെല്ലോ കളറും കൂടെ ഒരു മിക്സ് കൊടുക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ യെല്ലോ കളർ അത്ര നല്ല പെർഫെക്റ്റ് ആയിട്ട് തോന്നിയില്ല. അതുകൊണ്ട് റെഡ് കളർ മാത്രമാണ് കൊടുത്തത്. റെഡ് കളർ ഇതേപോലെ ഞാൻ കൈ ഉപയോഗിച്ചിട്ടാണ് എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുത്തത്. ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തിട്ടില്ല, അവിടെ അവിടെ ആയിട്ട് ഇതേപോലെ കൈ വെച്ചിട്ടാണ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ നമ്മുടെ ഫ്ലവർ വേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിനി അധികം ഡിസൈൻസ് ഒന്നും ചെയ്തിട്ടില്ല. ഇതിൽ നമുക്ക് നല്ല കളർഫുള്ളായിട്ടുള്ള ഫ്ലവേഴ്സൊക്കെ വെച്ച് കൊടുക്കാം.
അപ്പോൾ 5 പൈസ ചിലവില്ലാണ്ട് എല്ലാവർക്കും ഒരുപോലെ ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലവർ വേസാണിത്. അധികം അലങ്കാര പണികളൊന്നും ചെയ്തിട്ടില്ല. നമ്മുടെ ഭാവനയിലുള്ള ഡിസൈൻസൊക്കെ നമുക്കിതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുറച്ച് മാഗസീനോ ന്യൂസ് പേപ്പേഴ്സോ ഉണ്ടെങ്കിൽ നമുക്കിത് എന്തായാലും വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എന്നോട് പറയുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ മറക്കരുത്. അതിനുവേണ്ടി സബ്സ്ക്രൈബ് ബട്ടണും ബെൽ ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവരോടും ഒരുപാട് താങ്ക് യു.